ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ enthusiast ആണ്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന എന്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനാണ്. അതായത് എന്റെ സ്കിൻ പ്രോബ്ലംസും അതുപോലെയുള്ള എന്റെ സ്കിൻ ടൈപ്പൊക്കെ അനുസരിച്ചാണ് ഞാൻ ഈ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീനിലോട്ട് കിടക്കാം. നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡബിൾ ക്ലെൻസിങ് വെച്ചാണ്. അതായത് ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസറും പിന്നെ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഫേസ് ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ബേസ്ഡ് ക്ലെൻസറിന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഡീകൺസ്ട്രക്റ്റഡ് ക്ലെൻസിങ് ബാം ആണ്. അതുപോലെ തന്നെ എന്റെ അടുത്ത ഫേസ് വാഷ്, സെക്കൻഡ് ഫേസ് വാഷിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. അപ്പൊ ഫസ്റ്റ് ഡബിൾ ക്ലെൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഹാൻഡ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. പക്ഷേ നമ്മൾ ഓയിൽ ബേസ് ക്ലെൻസർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് വാട്ടറായിട്ട് തൊടുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു മിൽക്കി കൺസിസ്റ്റൻസിയിലോട്ട് പോകും. അപ്പൊ നമ്മൾ ഫേക്കായി ക്ലീൻ ആക്കിയ ശേഷം ഡ്രൈ ആക്കി വെക്കാനായിട്ടും ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മൾ ഓയിൽ ക്ലെൻസർ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഓയിൽ ക്ലെൻസറിന് പകരം ക്ലെൻസിങ് ഓയിൽസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാന്ന് ക്ലെൻസിങ് ബാമിന് വരെ ക്ലെൻസിങ് ഓയിൽസ് മിസലാർ വാട്ടർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഓയിൽ ക്ലെൻസർ ആയിരിക്കും. കാരണം ക്ലെൻസിങ് ബാമോ ക്ലെൻസിങ് ഓയിലോ ആയിരിക്കും. കാരണം എനിക്ക് മേക്കപ്പ് വീഡിയോ ഒക്കെ എടുത്തിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മേക്കപ്പ് മെൽറ്റ് ചെയ്യാൻ എനിക്ക് എപ്പോഴും ഇതാണ് സേഫ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇത്ര എടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ അത് ക്ലെൻസിങ് ബാം കയ്യിലൊന്ന് ഇതാക്കുമ്പോൾ തന്നെ ഒരു ഓയിലി ടെക്സ്ചർ ആയിട്ട് അത് മാറും. പിന്നെ ഞാൻ കണ്ണിന്റെ ഭാഗം എപ്പോഴും ലാസ്റ്റ് മാത്രമേ എടുക്കാറുള്ളൂ. കാരണം ആ കൺമഷി എല്ലാം കൂടെ മുഖത്ത് സ്പ്രെഡ് ആവാതിരിക്കും. ഇപ്പൊ കണ്ണും ലിപ്സ്റ്റിക്കും എന്റെ എപ്പോഴും ലാസ്റ്റ് വരും. ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങളായിരിക്കും ഫസ്റ്റ് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നെക്കിലോട്ട് അങ്ങനെ ക്ലെൻസിങ് മേക്കപ്പ് ഇടാറില്ല. സോ അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ അങ്ങനെ ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇയേഴ്സ് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ ബൂത്തിനെ കണക്കായിരിക്കും ഇരിക്കുന്നത്. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് എന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് കൂടെ വെച്ച് ഫേസ് വാഷ് ചെയ്തിട്ട് ഇപ്പൊ വരാവേ. അപ്പൊ ഞാൻ ഡബിൾ ക്ലെൻസ് ചെയ്തു, ഫേസിലെ അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞു, മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തു. ഇനി ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്തെന്ന് വെച്ചാൽ ഞാൻ ഡബിൾ ക്ലെൻസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പൊ നമ്മൾ ക്ലെൻസിങ് ബാം എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് വെക്കണം. അപ്പം നമ്മുടെ കയ്യിൽ എന്തായാലും ആ ക്ലെൻസിങ് ബാം കാണും. അപ്പൊ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെ ഫേസിലോട്ട് വാട്ടർ സ്പ്ലാഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ ഈ മെൽറ്റ് ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ഫേസിലോട്ട് ഇട്ട് വരയ്ക്കില്ല. അത് അത്ര വൃത്തിയുള്ള ഏർപ്പാടല്ല. അത് ഫുള്ള് കഴുകി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം വീണ്ടും ഫേസ് ഒന്നും കൂടെ വീണ്ടും ഫേസിലുള്ള മേക്കപ്പ് നമ്മൾ കഴുകി കളയാനായിട്ട്. അതിനുശേഷം നന്നായിട്ട് നമുക്കൊരു നല്ല മിൽക്കി കൺസിസ്റ്റൻസി ഫീൽ ആവും. ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമുക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു വെള്ള കളർ നമുക്ക് വരും. ഈ വെള്ളം മൊത്തത്തിൽ കഴുകി കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ എല്ലാം കൂടെ മൊത്തത്തിൽ കുഴകുഴാന്നാവും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ ഫേസ് നന്നായിട്ട് ഡ്രൈ ആക്കി. ഞാൻ ഡ്രൈ ആക്കാൻ രണ്ട് റീസൺ. ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഡ്രൈ സ്കിന്നിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ഞാൻ നോർമലി എയർ ഡ്രൈ ആണ് ചെയ്യാറുള്ളത്. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പേഴ്സ് യൂസ് ചെയ്തത്. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിന്റെ ഈ ഒരു പുതിയ റെറ്റിനാൽ ആണ്. ഇത് 0.2% ആണ്. ഒരു ലിപ്പോസോമൽ ക്രീമാണ് ബേസിക്കലി. ഇതൊരു റെഡ് കളറാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട് ഷോർട്സിലൊക്കെ. സോ അതൊരു പീ സൈസ്ഡ് എമൗണ്ട് മാത്രം ഞാൻ എടുക്കും. എന്നിട്ട് ഞാനിത് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ഈ ഒരു ഭാഗം, നോസിന്റെ അവിടെ ഓപ്പൺ പോസ് ഉള്ള ഭാഗത്തൊക്കെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ മസാജ് ചെയ്തല്ല സെറംസും ക്രീമും ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഡാബ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കണ്ണിന്റെ അങ്ങോട്ട് ഒരുപാട് അങ്ങ് പോകുന്നത് നല്ലതല്ല കേട്ടോ. സോ ഞാൻ റെറ്റിനാൽ ഇട്ടു. സെക്കൻഡ് ആണ് ഞാൻ ടോണർ യൂസ് ചെയ്യുന്നത്. രണ്ട് റീസൺ ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഒന്നുകിൽ എനിക്ക് ടോണർ യൂസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് റെറ്റിനാൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ റെറ്റിനാൽ യൂസ് ചെയ്തിട്ട് ടോണർ യൂസ് ചെയ്യും. ഞാൻ എപ്പോഴും റെറ്റിനാൽ യൂസ് ചെയ്തിട്ടാണ് ടോണർ യൂസ് ചെയ്യുന്നത്. എനിക്ക് അതാണ് കൺവീനിയന്റ് ആയിട്ട് ഫീൽ ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ്. സോ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആക്സ്ഫൈയുടെ ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ഗ്ലോ ടോണർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ടോണറിനെ പറ്റി എന്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. അപ്പൊ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കാണാത്ത ആൾക്കാർ ഈ ഇക്കാര്യം തൊട്ടിട്ട് പോയി കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് ടോണർ യൂസ് ചെയ്യാം.
സോ ടോണർ യൂസ് ചെയ്തു, ഫേസ് വാഷ് ഞാൻ ഹൈഡ്രേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് പെപ്റ്റൈഡ് സെറം ആണ്. കാരണം റെറ്റിനാളും അല്ലെങ്കിൽ റെറ്റിനോൾസും പെപ്റ്റൈഡ്സും കൂടെ ആന്റി ഏജിങ്ങിന് ബെസ്റ്റ് ആയിട്ടുള്ള സാധനം. ഫൈൻ ലൈൻസും റിങ്കിൾസും ഏർലി ഏജിൽ വരുന്നതൊക്കെ മാറ്റാനായിട്ട് ഇത് രണ്ടും സൂപ്പറാണ്. ഞാൻ യൂസ് ചെയ്ത മിനിമലിസ്റ്റിന്റെ പെപ്റ്റൈഡ് സിറം തന്നെയാണ്. പക്ഷെ ഇത് രണ്ടും തന്നെ യൂസ് ചെയ്യണം എന്നില്ല, നമുക്ക് വേറെ ഒരുപാട് പെപ്റ്റൈഡ് സിറംസ് കിട്ടും. ഡീകൺസ്ട്രക്റ്റിൽ റെറ്റിനോളും പെപ്റ്റൈഡ്സ് മിക്സ് ചെയ്തിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. രണ്ടെണ്ണം ട്രൈ ചെയ്യേണ്ട, ഒന്ന് മാത്രമേ യൂസ് ചെയ്ത് ഒറ്റ സിറത്തിൽ കാര്യം കഴിയാനായിട്ട് അതും ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതാണ് എന്റെ മിനിമലിസ്റ്റിന്റെ പെപ്റ്റൈഡ് സിറം. ഇത് നൈറ്റിൽ മാത്രം യൂസ് ചെയ്യുന്ന പെപ്റ്റൈഡ് സിറം ആണ്. റെറ്റിനോളും എല്ലാം എപ്പോഴും നൈറ്റിൽ മാത്രം യൂസ് ചെയ്യേണ്ട സാധനമാണ്, അത് എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് ട്രാൻഎക്സാമിക് ആസിഡിന്റെ ഈ ഒരു സെറാണ്. ഇതിനകത്ത് വിസ്ഡമയുടെ ആണ്. ഇതിനകത്ത് 10% ട്രാൻഎക്സാമിക് ആസിഡ് ഉണ്ട്. പിന്നെ എനിക്കൊന്ന് ഓക്കെ അപ്പൊ ട്രാൻഎക്സാമിക് ആസിഡ് ആണ് ഇതിനകത്ത് ഉള്ളത്. ഇതെന്റെ സെക്കൻഡ് ബോട്ടിലാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. ഇത് മീൻസ് നമ്മൾ ഫ്രീക്വൻസി കണക്കാണ്. ഞാൻ എത്ര സൺസ്ക്രീൻ യൂസ് ചെയ്താലും എനിക്കത് പണ്ട് മുതലേ ഉള്ളതാണ്. അത് പോക്കിയെടുക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ നല്ല ലൈറ്റ് ആൻഡ് ഡയറ്റ് ഉണ്ട് കേട്ടോ. അത് ഇല്ലാതെ വരത്തില്ല. ഇൻ കേസ് ഞാൻ ഒന്ന് സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ ഓവറായിട്ട് സൺ എക്സ്പോഷർ ഒക്കെ വരുമ്പോൾ എനിക്കത് ഭയങ്കര ഇന്റൻസിറ്റി കൂടും. ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറയുകയും ചെയ്യും. സോ അതുകൊണ്ട് പിന്നെ പിമ്പിൾ മാർക്സ് ഇപ്പൊ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് ഞാൻ ഈ ട്രാൻഎക്സാമിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ എടുത്തു. ഞാൻ കൂടുതലും എനിക്ക് എവിടെയാണോ മാർക്സ് ഉള്ളത് അവിടെയാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ കവളിന്റെ ഭാഗത്താണ് എനിക്ക് എപ്പോഴും മാർക്സ് കൂടുതലായിട്ടുള്ളത്. സോ ഞാൻ അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നെറ്റിയിലോട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറ്, കാരണം എനിക്ക് നെറ്റിയിൽ അധികം പാടുകൾ ഇല്ല. ഇത് പറയുന്ന വലിയ വലിയ പാടുകളല്ല, കുഞ്ഞു 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 പാടുകളാണ്. നമ്മൾ ചില ക്ലോസപ്പിൽ നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവത്തുള്ളൂ. കൂടുതലും പിമ്പിൾ മാർക്സ് ആണ് കേട്ടോ. ഇപ്പൊ ഈ റീസെന്റ് എനിക്ക് 2-3 പ്രൊഡക്ട്സ് ട്രൈ ചെയ്ത കാരണം എനിക്ക് ഉണ്ടായ ഒരു പിമ്പിൾ മാർക്സ് ആണ്. കാരണം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, റിവ്യൂവിന്റെ പേരിലും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ വന്ന കുറച്ച് പാടുകളുണ്ട്. അതല്ല, ആ കുരുവിന്റെ പാടുകളാണ് മെയിൻ ആയിട്ടുള്ളത്. മറ്റേ നേരത്തെ പറഞ്ഞ സൺ ഡാമേജ് കാരണമുള്ള പാടുകൾ കുറച്ച് അതില്ല, നല്ല ലൈറ്റ് ഉണ്ട്. അപ്പൊ ആയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇടയ്ക്ക് ഞാൻ എപ്പോഴും 2-3 പ്രാവശ്യം കുറച്ച് ഞാൻ വെയിലത്തെ ഇറങ്ങി. അപ്പൊ എനിക്ക് കുറച്ച് ഇന്റൻസ് ആയിട്ട് വന്നു. ആ സമയത്ത് സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുന്ന കാര്യം ലൈക്ക് അപ്പൊ എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അതുകൊണ്ട് ഉണ്ടായ ഒരു ഇന്ത്യൻ പാടാണ് ഇപ്പൊ റീസെന്റ് ഉണ്ടായത്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പാടുകൾ ഉണ്ടാവാറില്ല. പക്ഷെ കുഴികളുണ്ട്, പഴയ കുഴികൾ ഒരുപാടുണ്ട്. കുറച്ച് അളവ് കുറവാണ്, എന്നാലും ഉണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്, എനിക്ക് നാസിനമൈഡ് എന്റെ സ്കിൻ കെയർ എവിടെയെങ്കിലും വേണം. അതെനിക്കൊരു ചെറിയൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഓൾറെഡി ഞാൻ എപ്പോഴും നിയാസിനമൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ എന്റെ മോയിസ്ചറൈസറിൽ അതല്ലെങ്കിൽ ഒരു സെറത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു നിയാസിനമൈഡ് എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ആക്സ്ഫൈയുടെ ഡാർക്ക് സ്പോട്ട് സിറം. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ വേണമെങ്കിൽ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ കേട്ടത് എക്സ്പെൻസീവ് ആയിട്ട് വാങ്ങിക്കുന്നത്. ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോക്സ്റ്റേന്റെ നയാസിനമൈഡ് സെറം, മിനിമലിസ്റ്റിന്റെ നയാസിനമൈഡ് സെറം, ഡെമോക്കോയിൽ ഒക്കെ ഉണ്ട്. പക്ഷെ 10% വാങ്ങിച്ചാലും തുടക്കത്തിൽ യൂസ് ചെയ്ത് ചിലപ്പോൾ ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. സോ ഞാൻ 2 പമ്പ് എടുക്കാറുള്ളത്. അപ്പോൾ നയാസിനമൈഡ് ഇട്ടു. ഇനി എന്റെ മോയിസ്ചറൈസർ, ഞാൻ വിത്തിൻ ബ്യൂട്ടിയുടെ മോയിസ്ചറൈസർ ആണ് യൂസ് ചെയ്തത്. ഞാൻ മോർണിംഗിലും നൈറ്റിലും ഒക്കെ ഒരേ മോയിസ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഓയിലി സ്കിൻകാർക്ക് പറ്റിയ നല്ലൊരു മോയിസ്ചറൈസർ ആണ്. നോൺ കൊമിഡോജനിക് ആണ്. ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയന്റ് മാത്രം 2% കൊമിഡോജനിക് റേറ്റ് ഉണ്ട്. പക്ഷെ 2%-ൽ 2 ഉണ്ട് സ്കെയിലിൽ. പക്ഷെ 2 ഒന്നും അത്ര വലിയൊരു ഇഷ്യൂ ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. സോ നിങ്ങൾക്ക് ഓയിലി സ്കിൻകാർക്കൊക്കെ, നമുക്ക് ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു മോയിസ്ചറൈസർ ആണ് ഈ വിത്തിൻ ബ്യൂട്ടിയുടെ ഈ ഒരു മോയിസ്ചറൈസർ. സോ മോയിസ്ചറൈസർ, പിന്നെ ഇതിനകത്ത് കുറച്ച് ഫ്രാഗ്രൻസ് ഉണ്ട്. പക്ഷെ ഇറിറ്റേറ്റിംഗ് അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഒന്നും അല്ല കേട്ടോ. ഞാൻ മോർണിംഗിലും റൊട്ടീനിലും ഞാൻ അത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്റെ ലിപ് ബാം. ഞാൻ നൈറ്റിൽ അധികം SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫിക്സ്ഡമയുടെ ഈ ഒരു ഡ്രൈ ചാപ്പ് ലിപ്പിന്റെ ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് കുറച്ച് ഡ്രൈ ലിപ്സ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ബോഡിയിൽ ഞാൻ നൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന 2 സാധനം കാണിച്ചു തരാം. ഈ 2 മോയിസ്ചറൈസേഴ്സ് ആണ്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ
കെമിസ്ട്രി പ്ലേയുടെ ഈ ഒരു AHA ബോഡി ലോഷനും പിന്നെ വാസ്ലിന്റെ ഈ ഒരു ഓവർനൈറ്റ് റേഡിയനും എനിക്ക് ബോഡി പെട്ടെന്ന് ഡ്രൈ ആവുന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴും 2 മോയിസ്ചറൈസർ യൂസ് ചെയ്യും. അതൊന്ന് AHA BHA ബോഡി മോയിസ്ചറൈസർ ആയിരിക്കും, ഒന്ന് നോർമൽ ഏതെങ്കിലും ഒരു ബോഡി മോയിസ്ചറൈസർ ആയിരിക്കും. അപ്പൊ മോർണിംഗിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. മോർണിംഗിൽ ഞാൻ ഈ മോയിസ്ചറൈസറും സൺസ്ക്രീൻ ഇതല്ല, ഗ്ലൂട്ടായസ് മോയിസ്ചറൈസറും സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നൈറ്റിൽ ഞാൻ ഫസ്റ്റ് ഈ ഒരു AHA BHA ബോഡി മോയിസ്ചറൈസർ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതാണ് എന്റെ ബോഡിയിൽ നൈറ്റിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പൊ എന്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ കണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് തോന്നുന്നു ഇത് കുറച്ച് കൂടുതലല്ലേ എന്ന്. പക്ഷെ കൂടുതലല്ല, എന്റെ സ്കിൻ കൺസേൺസ് വെച്ചിട്ട് എനിക്ക് ഇത്രയും സ്റ്റെപ്സ് വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ എപ്പോഴും സ്കിൻ പ്രൊട്ടക്ഷൻ അല്ല, നമ്മൾ എപ്പോഴും സ്കിൻ ട്രീറ്റ്മെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് വിറ്റാമിൻ സി ഒക്കെ നമ്മൾ കൂടുതൽ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ടാണ് നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ യൂസ് ചെയ്യുന്ന ഈ റെറ്റിനോള്, അതുപോലെ നമ്മൾ ആന്റി ബ്ലമിഷിംഗ് ക്രീംസ് ഒക്കെ അല്ലെങ്കിൽ സിറംസ് ഒക്കെ നമ്മൾ നൈറ്റിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കിന്നിനൊന്ന് ഹീൽ ചെയ്യാനൊക്കെ ഉള്ള ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് നൈറ്റിൽ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്റെ ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒരു എക്സ്റ്റൻസീവ് സ്റ്റെപ്പായിട്ട് ഫീൽ ചെയ്തത്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടല്ല ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.